തന്നെയാണോ ലക്ഷ്യം? നിംസ് കോളേജ് ഇനി മുതൽ പട്ടാമ്പിയിലും. SSLC+2 ഡിഗ്രി പഠനത്തിന് ശേഷം മന്ത്രിയുടെ മണ്ഡലത്തിലെ മാലിന്യ പ്രശ്നത്തിന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം. തിരുമിറ്റക്കോട് കൃഷിഭവൻ ക്വാർട്ടേഴ്സിൽ മാലിന്യം കൂട്ടിയിട്ടത് സന്ദർശിക്കാനെത്തിയതായിരുന്നു VT ബൽറാം. ഇതാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥ. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജൈവേതര മാലിന്യങ്ങൾ, അത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ തന്നെ വട്ടോളിയിലുള്ള കൃഷിഭവന്റെ കോമ്പൗണ്ടിലാണ് ആ പ്രദേശത്ത് കുറേയേറെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുന്നു. അതിന് ഒരുപാട് കാലതാമസം വരുന്നു എന്നുള്ളതാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഓരോ സ്ഥലത്തും ഇത് വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. കാരണം മഴ നനയുന്ന തരത്തിൽ, വെള്ളം ഒലിച്ചിറങ്ങുന്ന തരത്തിലാണ് ഈ മാലിന്യങ്ങൾ മുഴുവൻ എല്ലായിടത്തും കൂട്ടിയിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പ്രതിപക്ഷ നേതാവിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് തന്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മാലിന്യ പ്രശ്നവും പരിഹരിച്ചു. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ ഇതേപോലെ മാലിന്യം കൂട്ടിയിട്ട അവസരത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ അതിനെതിരെ വലിയ ജനവികാരമുണ്ടായപ്പോൾ അത് വലിയ വാർത്തയായി വന്നപ്പോൾ അവിടെ ഞാനടക്കം സന്ദർശിച്ചിരുന്നു. അതിന്റെ പിന്നാലെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. അതോടുകൂടി മന്ത്രി ലോകത്തോട് പറയുന്നത് എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നുള്ളതാണ്. നാഗലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലാണ്. ഈ പ്രദേശത്തെ എല്ലാ പഞ്ചായത്തുകളിലും എന്ന നിലയിൽ തൃത്താല പഞ്ചായത്തിലടക്കം ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് ലോകം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. സമയബന്ധിതമായി ഈ MCFകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ ക്ലീൻ കേരള മിഷൻ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ.